ഓൾവേസ് സ്റ്റുഡൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത LDC തിരുവനന്തപുരം 2024 പ്രൊവിഷണൽ ആൻസർ കീയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് ആണ് ഈ ഒരു വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യുന്നത്. ആദ്യത്തെ 25 ക്വസ്റ്റ്യൻസ് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ കവർ ചെയ്തായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ പോയി കണ്ടു നോക്കുക. ഞാൻ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. പിന്നെ 26th മുതലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2023 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായിരുന്ന അബ്ദൽ ഫത്താഹ് അൽ സിസി ഏത് രാജ്യത്തെ പ്രസിഡന്റാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 1 ശരി, അതായത് അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്റ്റ്. ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആയിരുന്നു അബ്ദൽ ഫത്താഹ് അൽ സിസി എന്ന് പറയുന്നത്. അദ്ദേഹമായിരുന്നു 2023 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുഖ്യ അതിഥി. അപ്പൊ അത് 2023 ആവുമ്പോൾ 2024 നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. 2024 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യ അതിഥി എന്ന് പറയുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് ആയിരുന്ന ഇമ്മാനുവൽ മാക്രോൺ ആണ്. ഇത്തവണ അതായത് 2024 നമ്മുടെ 75ാമത്തെ റിപ്പബ്ലിക് ദിനമായിരുന്നു. അപ്പൊ 75ാമത് റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥി എന്ന് ചോദിച്ചാലും ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ ആണ് എന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്നേഹ സ്വാന്തനം പദ്ധതി ആർക്കാണ് നൽകി വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ 1 ശരി, അതായത് സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായം. അപ്പൊ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായമാണ് സ്നേഹ സാന്ത്വനം പദ്ധതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. നെക്സ്റ്റ് 2012 പോസ്കോ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏറ്റവും യോജിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ്? നമുക്ക് ഓരോന്നായി നോക്കാം. പോസ്കോ നിയമം വകുപ്പ് 28 അനുസരിച്ച് ഓരോ ജില്ലയിലും ശിശു സൗഹാർദ്ദത്തിന് പ്രാധാന്യം നൽകി പ്രത്യേക കോടതി സ്ഥാപിക്കണം. അത് ശരിയായ പ്രസ്താവനയാണ്. പോസ്കോ നിയമത്തിലെ 27 വകുപ്പ് ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് വിധേയരാകുന്ന കുട്ടികളെ അടിയന്തര വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കണം. ആ ഒരു പ്രസ്താവനയും ശരിയാണ്. നെക്സ്റ്റ്, പോസ്കോ കേസുകളിൽ കുട്ടിയുടെ മൊഴിയെടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിൽ ആകരുത്. അതും ശരിയാണ്. ഈ സ്റ്റേറ്റ്മെന്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അടുത്ത സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അത് തെറ്റാണ്. പോസ്കോ കേസുകളിൽ കുട്ടിയുടെ മൊഴിയെടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിൽ ആയിരിക്കണം. അത് തെറ്റാണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2, 3 ശരി. നെക്സ്റ്റ്, വാത്സല്യ നിധി പദ്ധതിയെ സംബന്ധിക്കുന്ന ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏതാണ്? ഓരോന്നായി നോക്കാം. പട്ടികജാതി വിഭാഗങ്ങളിൽപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി 1 ലക്ഷം വരെ വരുമാന പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതിയാണ് വാത്സല്യനിധി. അത് ശരിയാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, OBC വിഭാഗത്തിലുള്ള പെൺകുട്ടികൾക്ക് നൽകുന്ന ധനസഹായം. അത് തെറ്റാണ്. ഓൾറെഡി പട്ടികജാതി വിഭാഗമാണെന്ന് പറഞ്ഞു, അപ്പോൾ അത് തെറ്റാണ്. പട്ടികജാതി വകുപ്പും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്ന് സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി. അപ്പോൾ ഇൻഷുറൻസ് പദ്ധതി ആകുമ്പോൾ ലൈഫ് ഇൻഷുറൻസുമായിട്ട് പട്ടികജാതി വകുപ്പ് ചേർന്നിട്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അടുത്തത്, അമ്മത്തൊട്ടിൽ ജനിക്കുന്ന കുട്ടികൾക്ക് നൽകുന്ന ഒറ്റത്തവണ ധനസഹായം. അതുമല്ല. അപ്പോൾ 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 3 ശരി. നെക്സ്റ്റ്, വിദ്യാജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായത് ഏത്? ഓരോന്നായി നോക്കാം. കേരള സാമൂഹ്യ നീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കിയത്. ഇപ്പൊ വിദ്യാജ്യോതി എന്ന് പറയുന്നത് ഈ ഒരു വകുപ്പാണ്. കേരള സാമൂഹ്യ നീതി വകുപ്പാണ് നടപ്പിലാക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേനയാണ് നടപ്പിലാക്കുന്നത്. ശരിയാണ്. ഭിന്നശേഷിയുള്ള വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിനാണ് വിദ്യാജ്യോതി പദ്ധതി നടപ്പിലാക്കുന്നത്. അതും ശരിയാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന കർമ്മപരിപാടി. അതല്ല, നേരത്തെ നമ്മൾ വകുപ്പ് പറഞ്ഞതാണ്. ആദിവാസി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് നൽകുന്ന വിദ്യാഭ്യാസ പദ്ധതി അല്ല, ഭിന്നശേഷിയുള്ള കുട്ടികൾക്കാണ്. അപ്പോൾ 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവനകൾ. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ്, കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 2 ശരി, അതായത് ശ്രീ M ഷാജർ ആണ് കേരള സംസ്ഥാനത്തെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ
ചെയർമാനായിട്ട് വരുന്നത്. നെക്സ്റ്റ്, ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 1 ശരി. അതായത് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. അപ്പൊ അതോടൊപ്പം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണെന്നും കൂടി അറിഞ്ഞിരിക്കുക. അത് DY ചന്ദ്രചൂഡാണ്. അപ്പൊ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ DY ചന്ദ്രചൂഡാണ്. അപ്പൊ അതും കൂടി അറിഞ്ഞിരിക്കുക. കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ്. നെക്സ്റ്റ്, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പിനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ പ്രസ്താവന ഏത്? ഓരോ നിറവും എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ അത് നമുക്ക് ഈ ടേബിളിൽ നമുക്ക് ഫുള്ള് തന്നിട്ടുണ്ട്. വെള്ള എന്ന് പറയുന്നത് ആ ഒരു കളർ കോഡ് ഉദ്ദേശിക്കുന്നത് മുന്നറിയിപ്പും ഇല്ല മഴയില്ല എന്നുള്ളതാണ്. പച്ച എന്ന് പറയുന്നത് മുന്നറിയിപ്പില്ല, നേരിയ തോതിൽ മഴയുണ്ട്. മഞ്ഞ എന്ന് പറയുന്നത് നിരീക്ഷിക്കുക, മുന്നറിയിപ്പ് പുതുക്കിക്കൊണ്ടിരിക്കും. മഴയുടെ തീവ്രത ശക്തമായ മഴയാണ് മഞ്ഞ അലർട്ടിൽ ഉണ്ടാവുക. ഓറഞ്ച് ആണെങ്കിൽ ജാഗ്രത പാലിക്കുക അല്ലെങ്കിൽ കരുതിയിരിക്കണം. ശക്തമായതോ അല്ലെങ്കിൽ അതിശക്തമായതോ ആയ മഴ ഉണ്ടാകാൻ എന്നുള്ളതാണ് തീവ്രത. ചുവപ്പാണെങ്കിൽ മുന്നറിയിപ്പ്, അതായത് ഏറ്റവും അലർട്ടായിരിക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ ആക്ഷൻ എടുക്കണം, പ്രവർത്തിക്കണം. അപ്പൊ അതില് അതിശക്തമായതോ അതിതീവ്രമായതോ ആയ മഴയാണ് ഈ ഒരു ചുവപ്പ് അലർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയാണ് കളർ കോഡുകൾ. പിന്നെ ഇത്രയൊക്കെയാണ് ചാറ്റൽ മഴ, മിതമായ, അതിന്റെ ഒരു റേഞ്ചും ഇവിടെ തന്നിട്ടുണ്ട്. അതും നിങ്ങളൊന്ന് നോട്ട് ചെയ്തേക്കുക. കളർ കോഡാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. നമുക്ക് ആദ്യത്തേത് വരുന്നത് വെള്ള നിറം മുന്നറിയിപ്പില്ല എന്നും മഴയില്ല എന്നും സൂചിപ്പിക്കുന്നു. അത് ശരിയാണ്. മുന്നറിയിപ്പുമില്ല മഴയില്ല, വെള്ള നിറം. പച്ച നിറം മുന്നറിയിപ്പുണ്ടെന്നും വലിയ തോതിൽ മഴയുണ്ടെന്നും സൂചിപ്പിക്കുന്നു. നമ്മളിപ്പോ കണ്ടതാണ്, മുന്നറിയിപ്പുണ്ട് പക്ഷെ മഴ എങ്ങനെയാണ്? മഴ വരുന്നത് നേരിയ തോതിലാണ് പച്ച നിറത്തിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് തെറ്റാണ്. മഞ്ഞ നിറം നിരീക്ഷിക്കുക, മുന്നറിയിപ്പ് പുതുക്കിക്കൊണ്ടിരിക്കുന്നു, ശക്തമായ മഴ ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്നു. അപ്പൊ അത് ശരിയാണ്. ഓറഞ്ച് നിറാണെങ്കിൽ ജാഗ്രത പാലിക്കേണ്ട എന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത ഇല്ല എന്നും സൂചിപ്പിക്കുന്നു. അങ്ങനെയല്ലല്ലോ. ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ജാഗ്രത പാലിക്കണം, ശക്തമായ മഴയ്ക്കോ അതിശക്തമായ മഴയ്ക്കോ സാധ്യതയാണ് ഓറഞ്ച് നിറം. അപ്പൊ അതും തെറ്റാണ്. അപ്പൊ 2ഉം 4ഉം തെറ്റാണ്, 1ഉം 3ഉം ശരിയാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ്, 1, 3 ശരി. അപ്പൊ ഈ കളർ കോഡ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ്, പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ടെൻഡർ എന്നാണ് അതിന്റെ പേര്. നെക്സ്റ്റ്, ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. അതായത് ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി ഒരു ജൈവ വൈവിധ്യം സംരക്ഷിക്കാനുള്ള ഒരു സംവിധാനമാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന് പറയുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ്, ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണം ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, രക്തം. നെക്സ്റ്റ്, മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവം ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കരൾ. നെക്സ്റ്റ്, മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലമുണ്ടാകുന്ന അവസ്ഥ ഏത്? ആൻസർ ഓപ്ഷൻ സി, അക്രോമെഗാലി. നെക്സ്റ്റ്, ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ, ലൈസോസൈം. ഇതിലൊന്നും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനില്ല, നേരെ ഫാക്റ്റുകളാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, മിഠായി. നെക്സ്റ്റ്, 2024 ലോക പരിസ്ഥിതി ദിന ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? ആൻസർ ഓപ്ഷൻ ഡി, സൗദി അറേബ്യ. ഇത് റിപ്പീറ്റ് ചെയ്തു ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ, മുൻപ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണിത്. നെക്സ്റ്റ്, 1 മീറ്റർ ഉയരത്തിലുള്ള മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന 0.2 കിലോഗ്രാം മാസുള്ള ഒരു ബോക്സിന്റെ സ്ഥിതികോർജം എത്രയായിരിക്കും? ജി അഥവാ ഗ്രാവിറ്റേഷൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് 10 m/s² ആയിട്ട് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്ഥിതികോർജം അഥവാ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ നമുക്ക് പഠിക്കാനുണ്ട് ഫിസിക്സിൽ. mgh, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻറ്റു ഹൈറ്റ് ആണ് ഇക്വേഷൻ.
ഇതിൽ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. മാസ് 0.2, പിന്നെ ജി വരുന്നത് 10 തന്നിട്ടുണ്ട്, ഹൈറ്റ് 1 മീറ്റർ. അപ്പൊ ഇത് ചെയ്യുമ്പോൾ 2 ആണ് ആൻസർ വരിക. 2 ജൂൾ. ഊർജത്തിന്റെ യൂണിറ്റ് ജൂൾ ആണ്. ഇപ്പൊ 2 ജൂൾ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ്, നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, അപവർത്തനം. നെക്സ്റ്റ്, ഫാരൻഹീറ്റ് സ്കെയിലിൽ 32 ഡിഗ്രി ഫാരൻഹീറ്റ് താപനിലയ്ക്ക് തുല്യമായ സെൽഷ്യസ് സ്കെയിലിലെ താപനില. ഇത് 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. 0 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള ബേസിക് നോളജ് നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അതല്ല, ഈ ഒരു ഫാരൻഹീറ്റ് അല്ല നമുക്ക് തരുന്നത്, വേറെ ഏതെങ്കിലും ഒരു വാല്യൂ ആണെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അതിനൊരു ഫോർമുല ഉണ്ട്. ആ ഫോർമുലയാണ് ഇപ്പൊ ഞാൻ എഴുതിയിരിക്കുന്നത്. ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റാനായിട്ട് ഫാരൻഹീറ്റിലുള്ള ടെമ്പറേച്ചർ -32 ഇൻറ്റു 5/9. ഇതാണ് ഇക്വേഷൻ. അപ്പൊ ഇതിലൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് 0 ഡിഗ്രി വരും. അപ്പൊ ഈ ഒരു ഇക്വേഷൻ എപ്പോഴും നോട്ട് ചെയ്ത് വെക്കുക. വേറെ ഏതെങ്കിലും വാല്യൂ വന്നാലും അപ്പൊ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്, 0 ഡിഗ്രി സെൽഷ്യസ്. നെക്സ്റ്റ്, ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഓഗസ്റ്റ് 23. അത് ആ ദിവസം തിരഞ്ഞെടുക്കാൻ കാരണം ചന്ദ്രയാൻ 3 വിജയകരമായി ചന്ദ്രനിൽ ഇറങ്ങിയതിന്റെ സ്മരണാർത്ഥമാണ് ഓഗസ്റ്റ് 23-ന് ദേശീയ ബഹിരാകാശ ദിനമായി ഇന്ത്യ പ്രഖ്യാപിച്ചത്. നെക്സ്റ്റ്, സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേര്? ആദിത്യ L1. ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ്, രാജ്യദ്രാവകം അഥവാ അക്വാറീജിയ എന്നാൽ അത് ഏതൊക്കെ ആസിഡിന്റെ കോമ്പോസിഷൻ ആണെന്നാണ് ചോദ്യം. നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും 1:3 എന്ന് പറയുന്ന റേഷ്യോയിൽ ചേർന്നിട്ടാണ് അക്വാറീജിയ അഥവാ രാജ്യദ്രാവകം ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇന്ത്യയിൽ 0 കാർബൺ ആയ നഗരം ഏത്? ആൻസർ ഓപ്ഷൻ സി, സാഞ്ചി ആണ്. മധ്യപ്രദേശിലുള്ള ഒരു നഗരമാണ് സാഞ്ചി. അപ്പൊ 0 കാർബൺ ആയ ഇന്ത്യയിലെ നഗരം സാഞ്ചി മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ യഥാർത്ഥ ലായനി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, സോഡിയം അമാൽഗം. സോഡിയം അമാൽഗത്തിന്റെ കെമിക്കൽ ഫോർമുല NaHg ആണ്. അതായത് മെർക്യൂറിയുടെയും സോഡിയത്തിന്റെയും ഒരു അലോയി അഥവാ ലോഹസങ്കരമാണ് ഏത്? സോഡിയം അമാൽഗം എന്ന് പറയുന്നത്. താഴെ പറയുന്നവയിൽ സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സിങ്ക് സൾഫൈഡ് അഥവാ ZnS. ZnS ആണ് സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ്, 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ക്വാണ്ടം ഡോട്ട്സിനാണ് രസതന്ത്രം അഥവാ കെമിസ്ട്രിക്കുള്ള നൊബേൽ കിട്ടിയത്. അത് നേടിയ ആൾക്കാർ 3 പേരാണ്, മൗങ്കി ജി ഭവന്തി, ലൂയിസ് ഇ ബ്രസ്, അലക്സി ഐ എക്സിമോവ്. ഈ 3 പേരുമാണ് രസതന്ത്രത്തിനുള്ള നൊബേൽ നേടിയത്. അപ്പൊ ക്വാണ്ടം ഡോട്ട്സിന് ആണ് കെമിസ്ട്രിയിൽ ഇപ്രാവശ്യത്തെ നൊബേൽ 2023-ലെ. ഈ 3 പേര് ചേർന്ന് ആ പേരൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നെക്സ്റ്റ്, അപ്പുക്കിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഖസാക്കിന്റെ ഇതിഹാസം. നെക്സ്റ്റ്, കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്താണ് പ്രശസ്തി നേടിയത്? ആൻസർ ഓപ്ഷൻ സി ആണ്, സർക്കസ്. കേരള സർക്കസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇദ്ദേഹമാണ് കീലേരി കുഞ്ഞിക്കണ്ണൻ. നെക്സ്റ്റ്, തീക്കൊടിയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര്? ഓപ്ഷൻ എ, കുഞ്ഞനന്തൻ നായർ ആണ് തിക്കൊടിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, പാലിലെ വെണ്ണ പോൽ ബൈത്താക്കി ചൊല്ലുന്നേൻ ബാക്യം ഉള്ളവർ ഇതിനെ പഠിച്ചവർ. ഏത് കൃതിയിലെ വരികളാണിവ? ആൻസർ ഓപ്ഷൻ സി ആണ്, മുഹിയുദ്ദീൻ മാല. മുഹിയുദ്ദീൻ മാല എന്ന് പറയുന്നത് അറബി മലയാള സാഹിത്യത്തിലെ കണ്ടെടുക്കപ്പെട്ട ആദ്യ കാവ്യമാണ് മുഹിയുദ്ദീൻ മാല എന്ന് പറയുന്നത്. രചയിതാവ് ഖാദി മുഹമ്മദ് ഇബ്നു അബ്ദുൽ അസീസ് ആണ് മുഹിയുദ്ദീൻ മാല രചിച്ചത്. നെക്സ്റ്റ്, ജ്ഞാനപീഠ പുരസ്കാരം നേടിയ SK പൊറ്റക്കാടിന്റെ രചന ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഒരു ദേശത്തിന്റെ കഥ ആണ് SK പൊറ്റക്കാടിന് ജ്ഞാനപീഠ പുരസ്കാരം നേടിക്കൊടുത്തത്. ഇനി ഈ 2024 കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ 2024 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം പ്രഖ്യാപിച്ചിരുന്നു. അത് 2 പേർക്കായിട്ടാണ് കിട്ടിയത്. വിഖ്യാത ഉറുദു കവി ഗുൽസാർ, പിന്നെ സംസ്കൃത പണ്ഡിതൻ ജഗദ്ഗുരു രാം ഭദ്രാചാര്യ എന്നവർക്കാണ് ഈ ഒരു ജ്ഞാനപീഠ പുരസ്കാരം 2024 അഥവാ 58ാമത് ലഭിച്ചത്. ആ പേരുകളൊന്ന് ഓർക്കുക.
ഉറുദു കവിയായിട്ടുള്ള ഗുൽസാറും സംസ്കൃത പണ്ഡിതനായിട്ടുള്ള ജഗദ്ഗുരു രാം ഭദ്രാചാര്യ. ഇവർക്ക് രണ്ടുപേർക്കുമാണ് കിട്ടിയത്. അപ്പൊ ഗുൽസാറും ജഗദ്ഗുരു രാം ഭദ്രാചാര്യ. അടുത്ത ക്വസ്റ്റ്യൻ, 2024 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തി ഇന്ത്യൻ താരം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ആർ പ്രജ്ഞാനന്ദ. അദ്ദേഹം 18 വയസ്സുള്ളൊരു ആളാണ്. ഇന്ത്യയിലെ തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. പിന്നെ ഇപ്പോൾ ചെസ്സിലെ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ 5ാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ ആണ് ഇന്ത്യക്കാരനായ പ്രജ്ഞാനന്ദ രമേശ് ബാബു എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മൺസൂൺ ക്രോപ്സ് ബയോ ബ്ലിറ്റ്സ് 2024 പദ്ധതി നടപ്പിലാക്കിയത് കേരള വന ഗവേഷണ കേന്ദ്രമാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. അതൊരു സയൻസ് പ്രോജക്റ്റ് ആണ് കേരള വന ഗവേഷണ കേന്ദ്രം നേതൃത്വം നൽകുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ മൺസൂൺ സീസണിൽ പ്രധാനമായി കാണപ്പെടുന്ന തവളകളെ പറ്റി ഒരു ഡോക്യുമെന്റേഷൻ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പ്രൊജക്ടിന്റെ ഉദ്ദേശം. അപ്പോൾ മൺസൂൺ ക്രോപ്സ് ബയോബ്ലിറ്റ്സ് എന്ന് പറയുന്നത് തവളകളുടെ ഡോക്യുമെന്റേഷന് വേണ്ടിയിട്ട് കേരള വനഗവേഷണ കേന്ദ്രം നടപ്പിലാക്കുന്ന ഒരു സയൻസ് പ്രോജക്റ്റ് ആണ്. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ജൂൺ മുതൽ സെപ്റ്റംബർ മാസം വരെയാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. നെക്സ്റ്റ്, ബൈറ്റ്, കിലോബൈറ്റ്, മെഗാബൈറ്റ്, ഡാഷ്, ടെറാബൈറ്റ്, ഇതിൽ വിട്ടുപോയത് പൂരിപ്പിക്കുക. അപ്പൊ ബൈറ്റ്, കിലോ, മെഗാ കഴിഞ്ഞാൽ ഗിഗയാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഗിഗാബൈറ്റ് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, തന്നിരിക്കുന്ന സോഫ്റ്റ്വെയറും അതുണ്ടാക്കിയ കമ്പനിയും ശ്രദ്ധിക്കുക. എഡ്ജ് മൈക്രോസോഫ്റ്റ്, അത് ശരിയാണ്. ഫോട്ടോഷോപ്പ് മൈക്രോസോഫ്റ്റ് അല്ല, അത് രണ്ട് അമേരിക്കൻ ബ്രദേഴ്സ് ആയിട്ടുള്ള 2 പേര് ചേർന്നിട്ടാണ് ഉണ്ടാക്കിയത്. പിന്നീട് അത് അഡോബ് സിസ്റ്റംസ് ഇൻകോർപ്പറേറ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പൊ അത് തെറ്റാണ്. മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിൾ ആണ്, ആൻഡ്രോയിഡ് ഗൂഗിൾ ആണ്. അപ്പൊ ഇതിൽ തെറ്റ് വരുന്നത് രണ്ടാമത്തെയാണ് തെറ്റ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 3, 4 ഇവ മാത്രം ശരിയാണ്. അപ്പോൾ ഫോട്ടോഷോപ്പിന്റെ കാര്യം പറഞ്ഞു. അമേരിക്കൻ ബ്രദേഴ്സ് ആയിട്ടുള്ള തോമസ് ആൻഡ് ജോൺ നോളാണ് ഇത് ഡെവലപ്പ് ചെയ്തത് 1987. പിന്നെ 88 അഡോബ് സിസ്റ്റംസ് ഈ ഒരു ഫോട്ടോഷോപ്പിന്റെ ലൈസൻസ് ഇൻകോർപ്പറേറ്റ് ചെയ്യാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത്. അടുത്ത 40 ക്വസ്റ്റ്യൻസ്, അതായത് അവസാനത്തെ 40 ക്വസ്റ്റ്യൻസ് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അതോടുകൂടി നമ്മുടെ ഈ ഒരു ആൻസർ അനാലിസിസ് പൂർത്തിയാവും. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്നാലാണ് കൂടുതൽ വീഡിയോസ് നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ. അപ്പൊ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.